ഫസ്മിന സാക്കിർ അതായത് പുള്ളിക്കാരി ലേറ്റസ്റ്റ് ഡയറിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ദൃശ്യം 3 പോലും കാണത്തില്ല ഇത്രയും ട്വിസ്റ്റ്. അതായത് ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോ ആണ് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ 1 മണിക്കൂറിലും ഒരു 40 മിനിറ്റ് വരെ അത് ലല്ലുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ആ വീഡിയോ ബേസിക്കലി അപ്ലോഡ് ചെയ്തത്. ലല്ലുവിൻ്റെ കുറിച്ച് തന്നെ ലല്ലുവിൻ്റെ കള്ളത്തരങ്ങൾ അതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി പകുതിയും 40 മിനിറ്റ് അടുപ്പിച്ച് വീഡിയോ ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളൊരു 10 മിനിറ്റാണ് പുള്ളിക്കാരി ഡയറിയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ ഈ ഡയറിയുടെ കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് ലല്ലുവിൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അതായത് ഫസ്മിനയുടെ സിസ്റ്റർ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫസ്മിനയുടെ ഡയറി ഇങ്ങനെ ഇതേപോലെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് പേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജെ ഗെയിം മീ ദ ബെസ്റ്റ് ഡാഷ്, അതായത് മറ്റേ സംഭവം. അതിനുശേഷം പുള്ളിക്കാരി കഞ്ചാവ് വലിച്ച കാര്യങ്ങളും മറ്റ് ഫ്രണ്ട്സിനോടൊക്കെ ഇറങ്ങിയ കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഡയറിയിലുണ്ടായിരുന്നു. ആ ഡയറി വന്നതിന് ശേഷം ഫസ്മിനെ പിന്നെ അങ്ങോട്ട് മുങ്ങിന് ശേഷം പുള്ളിക്കാരി എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അതായത് ഫസ്മിനയുടെ സ്വഭാവം അറിയാമല്ലോ. അതായത് ഒരു വീഡിയോ പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വിത്ത് തെളിവ് വിത്ത് പ്രൂഫ് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 സ്പോട്ടിൽ ഇടുന്ന ആൾ ഈ ഡയറിയുടെ കേസ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി അടങ്ങി മുങ്ങി. അതിനുശേഷം അതിന് വലിയൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അത് ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ടായിട്ട് വെച്ച് ഏറ്റവും അവസാനമാണ് ഈ ഡയറിയുടെ പാർട്ട് വെച്ചത്. ആ ഡയറിയുടെ പാർട്ട് വെച്ച വീഡിയോ കണ്ടപ്പോഴോ ഫുൾ ഉടായിപ്പാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ പുള്ളിക്കാൻ അറിയുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും പുള്ളിക്കാൻ അറിയാം. പുള്ളിക്കാരി വലിച്ചു കയറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് മുന്നോട്ട് ഫസ്മിനെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് കാണാം. To certify that Mr. Mohammed Sebil, vice കാണിക്കുന്നില്ല, son of കാണിക്കുന്നില്ല, അഡ്രസ്സ് കാണിക്കുന്നില്ല, is under inpatient treatment at this hospital from 4/3/2023. He is diagnosed to have alcohol dependent syndrome, drinks addiction. ഇവർ ട്രിപ്പൊക്കെ പോയിട്ട് ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് നിക്കാഹ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു, അവന് അങ്ങനെ അത്ര നല്ല ആളല്ല, അവന് നമ്മൾ ട്രിപ്പ് പോയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു MDMA യൂസ് ചെയ്യാൻ. അങ്ങനെ ഇവർ തമ്മിലുള്ള പിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു, മോശമായിരുന്നു അവന്, പിന്നെ ഞങ്ങൾ കമ്പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ വിളിച്ചില്ല നിക്കായിനെന്ന് ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞു ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല, അന്ന് അവൻ്റെ അടുത്ത് ആ സാധനം കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. പാർട്ടി അറ്റൻഡ് ചെയ്യുന്നവർ വേശികളാണ്. ആർ യു ഷുവർ? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യുവാവ് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല എന്നാണല്ലോ യുവാവ് പറയുന്നത്. സോ ദിസ് ഇസ് ക്ലിയർലി യുവർ ഹൈലൈറ്റ്സ്. ബാംഗ്ലൂർ മുഹമ്മദ് സെബിൽ തുള്ളുന്ന ദൃശ്യങ്ങൾ നിങ്ങളീ കാണുന്നു. ഫസ്മിനെ ബേസിക്കലി ഇന്നത്തെ ഈ വീഡിയോയിൽ ബേസിക്കലി പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, അതായത് ലല്ലു എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ഡ്രഗ് അഡിക്റ്റും അതായത് ഇതേപോലെ മദ്യപാനിയും അങ്ങനെ ആ രീതിയിലാണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അന്നത്തെ ഫസ്മിനെ എന്നിട്ട് ലല്ലുവിൻ്റെ സ്വഭാവം കുറച്ചും കൂടെ എക്സ്പോസ് ചെയ്യുന്ന, അതായത് ഫസ്മിനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ലല്ലുവിൻ്റെ ഈ ഫസ്മിനയുടെ ചിലവിലാണ് ലല്ലു കഴിഞ്ഞിരിക്കുന്ന രീതിയിൽ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അതായത് ഫസ്മിനെ അടുത്ത് അതായത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, അതായത് ലല്ലു എന്ന് പറഞ്ഞ ആൾ ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡ് നല്ല ആണെന്ന് ആരും ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. ഫസ്മിനെ തന്നെ, അതായത് ഫസ്മിനയുടെ ഒരു കള്ളത്തരം മറിക്കാനായിട്ട് അതായത് ലല്ലുവിൻ്റെ ഇതിലോട്ട് വീണ്ടും തെളിവ്, അതായത് ഫസ്മിനെയും സഫയും ഇപ്പോൾ കൂട്ടുകൂടി എന്താ, അതായത് സഫേനെ ലല്ലു നല്ല രീതിയിൽ പറ്റിച്ചു. അപ്പോൾ സഫയും ഫസ്മിനെയും ഇപ്പോൾ നല്ല രീതിയിൽ കൂട്ടുകൂടി, ഇപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചായി. ഫസ്മിനെയും സഫയും നേരത്തെ ഭയങ്കര ആദ്യം സഫ പാർട്ട് 1 സഫ പാർട്ട് 2 സഫ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഓരോരോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സഫേനെ പറ്റിച്ചെന്ന് ഉറപ്പായപ്പോഴത്തേക്കും ഇപ്പോൾ ഫസ്മിനെയും സഫയും ഒരുമിച്ചായി. അപ്പോൾ ബേസിക്കലി ഈ വീഡിയോയിൽ എന്താണ് ഇവർ പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറിയുടെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തംബ്നെയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡയറിയുടെ കാര്യമാണോ പറയുന്നത്? അല്ല. പുള്ളിക്കാരി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വളരെ നീറ്റാണ്, ഈ ജെ എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയത്തില്ല, ഈ ജെയുമായിട്ട് എനിക്കൊരു യാതൊരു ബന്ധവുമില്ല, ഇവർ നിങ്ങൾ പറയുന്നതൊക്കെ ഭയങ്കര ഇതാണ്. അത് ലല്ലു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഞാൻ വേറെ ലല്ലു എന്ന് പറഞ്ഞ ആൾ അത്ര നല്ല ആളൊന്നുമല്ല, പുള്ളിക്കാരി ഞാൻ ന്യായീകരിക്കുന്ന ഇതുമല്ല. പക്ഷേ ലല്ലു അന്ന് ഒരു മറ്റേ ഇൻ്റർവ്യൂവിൽ കാണിച്ച ആ പേജ് ഫസ്മിനയുടെ കസിനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഇതേപോലെ ഇങ്ങനെ റീല് പോലെ ഇട്ട സമയത്ത് ഫസ്മിനയുടെ ഡയറി അതിൽ പെട്ടായിരുന്നു. അങ്ങനെ ഫസ്മിനയുടെ കസിൻ മറ്റേ സിസ്റ്റർ ഇട്ട റീലിൽ നിന്ന് ആണ് അന്ന് മറ്റേ ലല്ലു ആ ഇൻ്റർവ്യൂവിൽ കാണിച്ചത്. ആ സാധനമാണ് ലല്ലു മറ്റേ ഇൻ്റർവ്യൂവിൽ കാണിച്ചത്.
അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫസ്മിനെ ഇങ്ങനെ ലാഗ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്മിനെ സാധാരണ എന്തെങ്കിലും ഫസ്മിനെ കുറിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫസ്മിനെ വീഡിയോ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഫസ്മിനെ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഒരു റെസ്പോൺസും വന്നില്ല? പിന്നെ ഈ വീഡിയോയിൽ പുള്ളിക്കാരി റെസ്പോൺസ് കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരി ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ യൂറിനൊക്കെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും പൊളിച്ചടിക്കൊണ്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. എന്തായാലും മറ്റേ അനന്തുവിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങൾ ഉറപ്പായിട്ടും അതങ്ങ് പുറത്ത് വിട്ടോളാൻ ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ് വരെ തരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്തു വിട്ടേനെ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം അതേ കൈ നമ്മുടെ ജയാണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസില് കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസില് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാണെന്ന്? 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്. എടി നാണമുണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരാങ്കിൽ ഞാൻ ബ്ലർ ചെയ്ത് ഇതൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ. ഇതും പോരാങ്കിൽ ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ, അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറഞ്ഞിട്ട് പോണം. നീ ഇത് കാണുന്ന നിനക്ക് എന്താ മനസ്സിലാവുന്നേ? നീ ആരെയാ ഇതിൻ്റെ അത് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം, ജെ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ അന്ന് ആ ഡയറിയിൽ വ്യക്തമായി ജെ ഗെയിം ദ ബെസ്റ്റ് ഡാഷ് എന്ന് പറഞ്ഞ എഴുതിയ സാധനം ഈ ജെ ആരാന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ഫസ്മിനയുടെ ഫിംഗറിൽ ജെ പിന്നെ F എന്ന് പറഞ്ഞൊരു ടാറ്റും ചെയ്തിട്ടുണ്ട്. അതായത് J4 മറ്റേ ഈ പുള്ളിക്കാരൻ F, ഫസ്മിനയുടെ JF എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന ടാറ്റു. ആ ടാറ്റും കൈയോടെ. അത് പുള്ളിക്കാരുടെ പഴയ വീഡിയോയിൽ ലൈഫ് ഓഫ് അനന്തു തന്നെ പുള്ളിക്കാരൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീഡിയോ, അത് ശരിക്കും ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അത് നോക്കിയപ്പോഴത്തേക്കും പഴയ വീഡിയോയിൽ പുള്ളിക്കാരുടെ ഇവിടെ ടാറ്റു ഉണ്ട്. അതിനുശേഷം ഒരു 1-2 വീഡിയോസ് നോക്കുന്ന സമയത്ത് പഴയ വീഡിയോസ് ചില വീഡിയോസിൽ അത് കാണുന്നുമില്ല. സംഭവം പിടിച്ചു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി പോലും അറിയാണ്ട് പുള്ളിക്കാരി പെട്ടുപോയി. അതായത് വെളുപ്പിക്കാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിനെ ഒരു മണിക്കൂറത്തേക്ക് ദൃശ്യത്തിൻ്റെ കഥ പോലെ ഇങ്ങനെ എടുത്ത് കുക്കപ്പ് ചെയ്ത് വന്ന് നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നോക്കിയത്. പക്ഷേ 8 അല്ലെ പാളിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പുള്ളിക്കാരി ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി എവിടെയോ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിൻ്റെ ഒരു പുള്ളിക്കാരി വളരെ ക്ലീനാന്ന് കാണിക്കാണ്ടൊരു ഇതുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം. എന്തുകൊണ്ട് തയ്യാറാണ്? അവൾ പേഴ്സണൽ ഡയറിയിൽ അടക്കം കണ്ട് ജോയിൻ്റ് അടിക്കണ്ടെന്ന്. അവൾ തയ്യാറാവില്ല. marijuana, which means joint. Joint not detected in my body. I am not a user of drugs, bro. ഇനി നമുക്ക് DDRC പോയ വീഡിയോ കാണാം. ഓക്കെ, തെളിവിന് വേണ്ടി എല്ലാം നമ്മൾ തെളിവെടുക്കണമല്ലോ. സോ ദിസ് ഇസ് മീ ഗോയിങ് ടു DDRC. നമ്മൾ 5 പാനൽ എടുത്തു. പക്ഷേ ഷിബിലി ഇനി വരുവാണെങ്കിൽ നമ്മൾ 9 പാനലായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 5 പാനലാണ് എടുത്തത്. ബിക്കോസ് 5 പാനൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് ജോയിൻറ്റിൻ്റെ വരെ ടെസ്റ്റ് ചെയ്യാനാണ് മരിജുവാന. സോ യൂറിൻ ഫില്ല് ചെയ്തു. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരി വ്യക്തമായി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അതായത് ഈ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തില്ലെന്ന് കാണിക്കാനായിട്ട് പുള്ളിക്കാരി ഒരു ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരി യൂറിൻ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോസും പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് സംഭവം നടക്കുന്ന ഈ ഡയറിയുടെ കേസ് നടക്കുന്ന ഫെബ്രുവരിയിലെങ്ങാണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ സാധനം അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു 7 ഡേയ്സ്, ഒരു 10 to 7 ഡേയ്സിനുള്ളിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഫസ്മിനയ്ക്ക് ഈ വീഡിയോ, അതായത് ലല്ലുവിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ അത് സാധാരണ എല്ലാം പ്രൂഫായിട്ട് വരുന്നതാണല്ലോ. അങ്ങനെയുള്ള ഫസ്മിനെ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാർ യൂസ് ചെയ്യുന്ന ബ്രത്ത് അനലൈസറില്ലേ, ഇപ്പോൾ ഇന്ന് ഇതേ സമയത്ത് ഇപ്പോൾ ഒരു 2 മണിക്ക് ഒരാൾ വെള്ളം അടിച്ചു, വൈകുന്നേരം ഒരു 9 മണിക്ക് ബ്രത്ത് അനലൈസർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്ക് നോക്കിക്കഴിഞ്ഞാലും കിട്ടും. അതിനുശേഷം ഒരു വൈകുന്നേരം ആ ദിവസം തന്നെ പിറ്റേ ദിവസം രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചില്ലെന്ന് വരും, ആ സാധനം കിട്ടിയില്ലെന്ന് വരും. അതെന്തുകൊണ്ട്? ആ സമയത്ത് അതിൻ്റെ അത്രയും നേരം അത് ലാസ്റ്റ് ചെയ്തുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പിന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് ബ്ലഡിലുണ്ടോയെന്ന് അറിയണമെങ്കിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇത്രയും മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആൽക്കഹോൾ മറ്റേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വെള്ളം അടിച്ച ഒരാൾ ഒരാഴ്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ സെയിം കേസ് തന്നെയാണ് ഈ ഡ്രഗ് ടെസ്റ്റിൻ്റെ കേസും. പുള്ളിക്കാർ യൂസ് ചെയ്ത് ഫെബ്രുവരി സംതിങ്ങിലാണ് ഡയറി പോക്കുന്നത്. ഫെബ്രുവരി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഏപ്രിൽ തീരാറായി. ആ സമയത്ത് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ ഇത് പുള്ളിക്കാരി വെളുപ്പിക്കാനായിട്ട് തന്നെ പുള്ളിക്കാരി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ പിന്നെ പുള്ളിക്കാരി പറ്റിപ്പോയെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ വന്ന് പെട്ടുപോയി. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പോസായി പുള്ളിക്കാരി 8 പെടുകയും ചെയ്തു.
ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു മണിക്കൂറുള്ള വീഡിയോ ഇന്നത്തെ പുള്ളിക്കാരി മെയിനായിട്ട് പറയാൻ ലല്ലുവിൻ്റെ കുറ്റം തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞു ഡയറിയെക്കുറിച്ചൊന്നും അല്ല പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി ലല്ലു എങ്ങനെ ചെയ്തു, ലല്ലുവിന് ചിലവ് കൊടുത്തു, ലല്ലു ഇങ്ങനെ ലല്ലുവിൻ്റെ ഓരോ കാര്യം അയാൾ ഉടായിപ്പാൻ ഞങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ച് പറയേണ്ടത് അയാൾക്ക് കുറേ പെണ്ണുങ്ങളായിട്ട് ഇത് തന്നെയാണ് പരിപാടി ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം, പുള്ളിക്കാരി വലിയൊരു ചെറ്റാന്നറിയാം. അതിൻ്റെ പുറമെ പുള്ളിക്കാരിയുടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ഡയറിയുടെ കേസ് നിങ്ങൾ ഫേക്കാന്ന് നിങ്ങൾ പറയുകയും ചെയ്തു, അതിനുള്ള വീഡിയോ ആയിട്ട് വരാമെന്ന് പറയുകയും ചെയ്തു, അതൊട്ട് വന്നുമില്ല. വന്ന വീഡിയോ ആണെങ്കിൽ ഇതുപോലെ പൊളിച്ചടിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.